ആ മോളെ റോസ് വേഗം റെഡി ആയിക്കോ, നമുക്ക് എയർപോർട്ടിലേക്ക് പോകണം. ശരി അങ്കിൾ, ഞാൻ പോവാം. അങ്ങനെ കൊണ്ട് എല്ലാവരും പുറത്തായി. 2 കാറിലാണ്, 2 പേർക്ക് കാറുണ്ട്. 2 പേര് കാറിൽ പോയി. അങ്ങനെ അവിടെ എയർപോർട്ടിൽ നോക്കുമ്പോൾ, ഹായ് അച്ഛാ, നീ വന്നിട്ടുണ്ടോടാ? അതെ, ഞാൻ ഓൾറെഡി, നീ ചോദിച്ചായിരുന്നോ? ഓൾറെഡി ഞാൻ വന്നിട്ടുണ്ടടാ. അങ്ങനെ അതെ ഫാമിലി, 3 ഫാമിലിയാണ്. 3 പേര് പോയി. പിന്നെ ഒരാളാണല്ലോ, ശരി ഡൽഹിയിൽ പോയിട്ട് നോക്കാം. അങ്ങനെ ഡൽഹിക്ക് വന്നു. അവിടെ നിന്ന് ഇറങ്ങി. ഹായ് മച്ചാ, നീ എങ്ങനെ ഉണ്ടടാ? സുഖം തന്നെടാ, നമുക്ക് എന്ത് ചെയ്യാം. അങ്ങനെ 3 പേര് ഡൽഹിയിൽ എൻജോയ് ചെയ്യാൻ സംസാരിക്കുക. അങ്ങനെ അങ്കിളിൻ്റെ മോളവിടെ, അവളകത്തുണ്ടു. എടി മച്ചി, ഞാൻ വന്നടി. പുറത്തുണ്ടായിരുന്നു. ടിക്കറ്റ് കിട്ടി. ഓ, നമുക്ക് 4 പേർക്ക് ടിക്കറ്റാ? അതെടി. അങ്ങനെ ടിക്കറ്റ് കൊണ്ട് കോൺസെൻക്ക് പോയി. അവിടെ വെച്ച് എല്ലാവരും എൻജോയ് ചെയ്യുന്നതിന് ഫസ്റ്റ് ജിന്നാണ്, നെക്സ്റ്റ് ഷുഗാണ്, നെക്സ്റ്റ് ആറം നോക്കി സൈറ്റ് അടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഒരു ലെറ്റർ എഴുതാൻ തുടങ്ങി ആറം. ഇങ്ങനെ ലെറ്റർ അങ്ങനെ അവിടെ സൈൻ ഇടുമ്പോൾ ആ ലെറ്റർ അവിടെ വെച്ചു. സ്നിപ്പ് ചെയ്ത് തുടങ്ങി. അങ്ങനെ നെക്സ്റ്റ് ഹോബിനായിട്ട് സംസാരിക്കുക. അങ്ങനെ എല്ലാവരും സംസാരിച്ച് പോയി. അങ്ങനെ ഹായ്, എല്ലാവരും ടയർഡായി. നിങ്ങൾക്കല്ലേ അവർക്ക് എന്ത് പറ്റി, ഇവരെല്ലാം ലോ മൂഡിലുള്ളത്. അങ്ങനെ പറഞ്ഞ് അവിടെ പേപ്പർ വെച്ച് പോയി. അങ്ങനെ ഫാത്തിമേൻ്റെ അനിയത്തി വന്നാലോ, കത്ത് നോക്കി ഷോക്കായി പോയി. ദീദീനെ വച്ചെടുക്കാൻ തുടങ്ങി. എന്ത് വെച്ച് ദീദിക്ക് ലവ് ലെറ്റർ? എന്ത് ലവ് ലെറ്ററാ? ഇതാണ് ലവ് ലെറ്റർ. എന്നടി ഇങ്ങനെ കൂടി നോക്കി. എന്ത് കോൾ മീ ഐ ആഴം. എന്ത് കോൾ മീ ആറാമാ? എടി നീ കോൾ ചെയ്യാൻ പറയടി. അങ്ങനെ കോൾ ചെയ്തു. ആറാം എടുത്തു. ആരാ ചോദിച്ചു. നിങ്ങളല്ലേ വിളിക്കാൻ പറഞ്ഞത്? ശരി. ആരം പറഞ്ഞു, എനിക്ക് നിന്നെ മീറ്റ് ചെയ്യണോ, നാളെ എത്ര മണിക്ക് വരണം പറഞ്ഞു. കോൾ രാവിലെ വരുന്നു. ഏത് കോഫി ഷോപ്പ് വരാൻ പറഞ്ഞു. കട്ട് ചെയ്തു. എടി എന്തെടി സംസാരിക്കാനുള്ളത്? ആരം എന്തോ പ്രപ്പോസ് ചെയ്യാൻ പോയി വന്നു, അതൊന്നും സെറ്റാവില്ല. അങ്ങനെ രാവിലെ എണിച്ച് വന്നു. ആറമ്മിനെ മീറ്റ് ചെയ്തു. ആറം പറഞ്ഞ്, ഇത് എടുക്കാൻ എനിക്ക് പറ്റുമോ ഇപ്പോൾ? ഇല്ല, എൻ്റെ ഹസ്ബൻഡിക്കാൻ ഞാൻ കാട്ടണം, വേറെ ആർക്കും കാട്ടാൻ കഴിയില്ല കാര്യം പറഞ്ഞു. ഇതാരാൾക്ക് പിടിച്ചു. ആരം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ഫോട്ടോത്തിൽ കാണുന്ന ബൊക്കെ കൊടുത്തു, പ്രപ്പോസ് ചെയ്തു. ഇത് കേട്ട് ഷോക്കായി പോയി. സാർ അത് ഷോക്കായി പോയി. അങ്ങനെ കൊണ്ട് ഷോക്കായി പോയി. സാർ അതൊന്ന് സെറ്റാകാനും പറഞ്ഞു. ഇത് കേട്ട് ആറാം ഷോക്ക്. എന്ത് അറിഞ്ഞിരിക്കുക, ഇവിടെ നീ എനിക്ക് റിജക്റ്റ് ചെയ്യണമല്ലോ. ആറാം ഷോക്കായി പോയി. അതെന്തുകൊണ്ട് പ്രപ്പോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല? അതൊന്നും പറ്റില്ല സാർ, എൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഓക്കെ മാത്രമേ എനിക്ക് അക്സെപ്റ്റ് ചെയ്യൂ. ഒരു വേള നിങ്ങളെല്ലാം ഒക്കെ അവൻ്റെ മമ്മി ഡാഡി ഓക്കെ പറയല പറഞ്ഞു. അതൊന്ന് സെറ്റാവലും പറഞ്ഞു ഇവിടുന്ന് വന്നു. നമുക്ക് ഷോക്ക്. എന്ത് കാര്യം ഇങ്ങനെ റിജക്റ്റ് ചെയ്തല്ലോ. ആറവ് ഷോക്കായി പോയി. അവിടെ നിന്ന് വന്നു. എടി നീ എൻ്റെ ഓക്കെ പറഞ്ഞോ? ഞാൻ റിജക്റ്റ് ചെയ്ത്. എടി മണ്ടി. അവർ 3 പേർ കിളിന്ന് ചിരിക്കാൻ തുടങ്ങി. എന്തിടി ഞാൻ റിജക്റ്റ് ചെയ്ത്? ആറമ്മിൻ്റെ ഷേപ്പ് അവിടെ നോക്കി. ആറം ഷോക്കായി പോയി. എടി പാവം മാറടി, എന്തിനടി പിന്നെ ഓക്കെ പറയണ? എടി എൻ്റെ ഡാഡി എന്ത് പറയുന്നു കേട്ടോ? എൻ്റെ ബാപ്പ എന്ത് മോളെ നീ പാട്ടുന്ന? ഫ്ലാഷ് ബാക്ക് എന്ത് മോളെ നീ കാട്ടുന്ന? ഇവനെ ക്രിസ്ത്യൻ നമുക്ക് എങ്ങനെ സെറ്റാവും അതറിയില്ലേ? അതൊന്നും പറ്റില്ല, ഫാമിലിയിൽ പല കളികൾ കളിക്കും. എൻ്റെ ഉമ്മാൻ്റെ രക്ഷനക്കും എന്തുപോലെ ലവ് ചെയ്യുന്ന ഏത് ചെറുക്ക? അവിടെ ഉമ്മ പാലയുടെ പറയാം നിൽക്കാവ് അതൊന്നും കാട്ടാ. അങ്ങനെ പറഞ്ഞു. എന്ത് ക്രിസ്ത്യനാ? അതൊന്നും സെറ്റാവില്ല മോളെ. നല്ല ചെക്കൻ നമ്മളിൽ വീട്ടിൽ നല്ല ചെക്കനുണ്ടാവും, നമുക്ക് നോക്കിയിട്ട് അതൊന്നും സെറ്റാവില്ല. ഇതാ പറയാം എൻ്റെ. അപ്പോൾ നിൻ്റെ അനിയത്തെ രക്ഷ ദീദിക്ക് അവന് ഇഷ്ടം കേട്ടോ. ദീദിക്ക് ഓക്കെ പറയാം. ദീദി പോയാൽ ഞാനാണ് വീട്ടിൽ നല്ല ചെല്ല കിട്ടി. ഇതിരിക്കൊടി എന്തടി ഇങ്ങനെ പറയാം? പിന്നെ എന്തടി പറയാം ഞാൻ? അതൊന്നും സെറ്റാവില്ലടി വെച്ചി. ശരി ഓക്കെ. അങ്ങനെ പറഞ്ഞവർ കുറേ പേർ സംസാരിക്കാൻ തുടങ്ങി. ആറം വന്നായിരുന്നു. ആറം എന്തെറ്റി? ജിൻ ചോദിച്ചു. എന്തെറ്റി? നീ പ്രപ്പോസ് ചെയ്ത് പറഞ്ഞു. ഒന്നുമില്ലടാ. ആറം സാഡായി. എന്ത് പറ്റിയിടാ? റിജക്റ്റ് ആയിടാ മച്ചാ. അങ്ങനെ ബാക്കി ഫ്രണ്ട്സെല്ലാം വന്ന് അവിടെ കോഫി ഷോപ്പിൽ എൻജോയ് ചെയ്യാൻ തുടങ്ങി. കൊണ്ട് വേണം ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് അവിടെ നിന്ന് പോയി. ആറാം സാഡായി. ജിന്ന് പറയാ ഇവനെ റിജക്റ്റ് ചെയ്തല്ലേ. അങ്ങനെ ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ചിരിക്കാൻ സ്മൈൽ ചെയ്ത് തുടങ്ങി. ആറാമക്ക് ഷാക്കായി പോയി. എന്തിടാ ഞാൻ കാണാൻ സുന്ദരനില്ലേ? ജിന്ന് പറയാം ഐ ആം ഹാൻസം. എനിക്ക് ഓക്കെ പറയാം. അങ്ങനെ ജിന്ന് പറയാം ഞാൻ പോയി പ്രപ്പോസ് ചെയ്യാൻ പോവാ, ബായ്. എന്തിടാ?
അങ്ങനെ ജിന്നു വന്ന് പ്രപ്പോസ് ചെയ്യാൻ പോയി. എടി നിനക്കെന്ത് പറ്റിയടി സാജി? ഒന്നില്ലടി, എനിക്കും പ്രപ്പോസാണ്. എൻ്റെ പാപ്പ അങ്ങനെ പറയും. ജിന്നു പ്രപ്പോസ് ചെയ്തു. ജിന്നുക്ക് പ്രാങ്ങായി. ആറും ജിന്നു സാഡായിട്ടിരുന്നു. എന്തടാ? എൻ്റെ ലവ് പൊട്ടക്കിട്ട് പോയിടാ, ഞാൻ ആൻസമാണല്ലടാ, എൻ്റെ ലവ് പോയിടാ. വീഡിയോ എടുക്കാൻ തുടങ്ങി. ആറും ജിന്നു സാഡായി പോയി. ഇത് ബാക്കി മെമ്പേഴ്സ് ചിരിക്കാൻ തുടങ്ങി. അതെ, ബാക്കി 5 പേര് നീളത്തിൽ നിന്ന് പറന്ന് ചിരിക്കാൻ തുടങ്ങി ഇവർ 2 പേരെ കണ്ടിട്ട്. ഷുഗക്ക് ഇഷ്ടമുണ്ടായി. ഷുഗ പറഞ്ഞു, എന്തടാ? ഇല്ല, ഷുഗ പോയി. ഷുഗ പറഞ്ഞു, എന്തടാ പറ്റി? അത് അറിയാൻ തുടങ്ങി. ഷുഗ, നീ എവിടെ കടാ? ഞാൻ പുറത്ത് പോയിട്ട് ലവ് പ്രപ്പോസ് ചെയ്തിട്ട് വരാം. ഇത് എല്ലാവർക്കും ഷുഗക്ക്. നീയും? ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോവാ. അങ്ങനെ ഷുഗ പുറത്ത് പോയി പ്രപ്പോസ് ചെയ്തു. ഷുഗ വീട് പാടിപ്പോയി. ഈ 3 പേര് പാട്ട് പാടാനായി. ഷുഗക്ക് ഷാക്കായി. ഞാൻ ഷാബസ് കിങ്ങിടാ, എന്നെ ചെയ്യില്ല. 3 പേരെ കരയാൻ തുടങ്ങി. എന്ത് ഇഷ്ട. അങ്ങനായിക്കൊണ്ട് 3 പേര് സാഡാവാൻ തുടങ്ങി. ശരിടാ, നിങ്ങൾ വേറെ വിഷമിക്കണ്ട, നമുക്ക് വേറെ വഴി നോക്കാം. ആറമ്മ ചോദിച്ചു, ഐഡിയ. ഞാൻ പോയിട്ട് അവരുടെ വീട്ടിൽ പോയി സംസാരിക്കാൻ പോകാമെന്ന്. ആറമ്മ ഇവിടെ നിന്ന് പോയി. അതൊന്നും സെറ്റാവില്ല. അപ്പോൾ ജമീൻ പറഞ്ഞു, അതൊന്നും സെറ്റാവില്ലടാ, അതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ആറമ്മ പറഞ്ഞു. ആറമ്മ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാ ലാംഗ്വേജ് അറിയും. അതെ, അവർ ഇന്ത്യന് വന്നതായിരുന്നു സെക്രട്ടറി ഓടിയോണ്ട് വന്നകത്ത്. സാറേ എന്താ? ആ കുട്ടിക്ക് ഓൾറെഡി എൻഗേജ്മെൻ്റ് ആയിരുന്നു സാറേ. എന്ത് എൻഗേജ്മെൻറ്റാ? അതെ സാറേ, നാളെ മാരേജാണ് സാർ. നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന എനിക്ക്. സാറേ, എന്ത് പറ്റിയോ? എന്ത് പറ്റിയടി? എന്ത് പറ്റി? എന്താടാ പറയടാ. സാർക്കും ഹാർട്ട് അറ്റാക്ക് വരും സാർ. എന്തടാ? സാറിൻ്റെ ആൾക്ക് ഓൾറെഡി എൻഗേജ്മെൻ്റ് ആയി. ഇവൾക്ക് മാരേജ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് സാറിൻ്റെ ഗേൾക്ക് മാരേജാണ് സാർ. ആറമ്മക്ക് ഷാക്ക്, ജിന്നിക്ക് ഷാക്ക്, ഇല്ല.